അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓർമ്മകളിലെ ഖാലിദ് എന്ന ഉസ്താദിന്റെ 9ാമത്തെ ഭാഗം ആരംഭിക്കുന്നു. ശുക്ലിയുടെ സമീപ പ്രദേശമായ മോന്താൽ സ്വദേശി അസ്കർ തന്റെ കോളേജ് ജീവിതകാലത്തെ ഒരു അനുഭവം വിവരിക്കുകയാണ്. 1989 സെപ്റ്റംബറിൽ തലശ്ശേരി ബ്രണ്ണൽ കോളേജ് ക്യാമ്പസ് ഇലക്ഷൻ ജ്വരത്തിലാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്വരത്തിനൊത്ത് പതിവ് പോലെ യുവാക്കൾ ക്യാമ്പസിൽ കോലം കെട്ടുന്നു. ഈ സമയത്താണ് ബ്രണ്ണൽ കോളേജ് യൂണിറ്റ് SSFന് രൂപം നൽകാൻ ഖാലിദ് സാഹിബ് എത്തുന്നത്. ഖാലിദ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. കോളേജ് ശാന്തിവനത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ഒരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അന്നത്തെ യോഗത്തിൽ സംഘടനയുടെ വിരോധികളും മറ്റു സംഘടനകളിലെ വിദ്യാർത്ഥികളും കൂടിയിരുന്നു. യോഗം വീക്ഷിക്കാനല്ല, മറിച്ച് കലക്കാൻ വേണ്ടിയായിരുന്നു അവർ വന്നത്. ബ്രണ്ടന്റെ മണ്ണിൽ യോഗങ്ങളും മറ്റു പരിപാടികളും എന്തിനേറെ കോളേജിന്റെ ജനറൽ ഫംഗ്ഷൻ പോലും കലക്കുകയും വാക്കേറ്റവും അടിപിടിയുമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളം സാധാരണയായിരുന്നു. യോഗം തുടങ്ങി. ഖാലിദ് സാഹിബ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗം തുടങ്ങി. റുസോവിന്റെയും ബർണാഡ് ഷായുടെയും ഷെല്ലിയുടെയും ഉദ്ധരണികളും ഉദാഹരണങ്ങളുമായി പ്രസംഗം നീണ്ടുപോയി. ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന്റെ മേഖലകളിലേക്ക് സദസ്സിന്റെ ചിന്തയെ നയിച്ചു. ആകാംക്ഷയോടെ ശ്വാസമടക്കി നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാവരും. തങ്ങളെക്കാൾ 2-3 വർഷത്തെ മാത്രം സീനിയോറിറ്റിയുള്ള താടി നീട്ടി തൊപ്പിതിരിച്ച ചെറുപ്പക്കാരന്റെ അപാരമായ വിജ്ഞാനത്തിനു മുന്നിൽ സകലരും അത്ഭുതം കൂറുക തന്നെ ചെയ്തു. യോഗം കലക്കാൻ വന്നവർ ആ കാര്യം മറന്നുപോയി. പിന്നീട് അവർ പലരും സംഘടനയിൽ കടന്നുവരാൻ ഖാലിദ് സാഹിബിന്റെ ഈ പ്രസംഗത്തിൽ കഴിഞ്ഞു എന്നതാണ് സത്യം. പ്രസംഗം കഴിഞ്ഞ് ചോദ്യോത്തരവേളയിൽ ഇതര മതസ്ഥരിൽപ്പെട്ട സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ വ്യക്തമായി ഉത്തരം നൽകി. ദൈവത്തെയും ദൈവാസ്തിക്യത്തെയും ചോദ്യം ചെയ്യുന്നവർക്ക് ബുദ്ധിപരമായി ഉത്തരം നൽകുകയായിരുന്നു ഖാലിദ്. യോഗം കഴിഞ്ഞു. ഖാലിദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു പ്രകടനം നടത്തി. ക്യാമ്പസ് അന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേകമായ ശൈലിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രകടനം നീങ്ങിയത്. യോഗം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞപ്പോൾ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ മധുമാഷടക്കം പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ചെറുപ്പക്കാരൻ ആരാണ് എന്ന്. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഖാലിദാണത് എന്ന്. ഇനി ആരളം സ്വദേശിയായ MA ഷുക്കൂറിന്റെ ഓർമ്മകളിലേക്ക്. ഖാലിദ് SSFന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ശാഖാപ്രവർത്തനം ഒരു ഹരമായിരുന്നു. ആണവ നിലയത്തിനെതിരെ നടത്തിയ യാത്രയുടെ പ്രചരണാർത്ഥം താലൂക്ക് കമ്മിറ്റി ഇരിട്ടി വിശ്വഭാരതി കോളേജിൽ ഒരു കൺവെൻഷൻ നടത്തിയത് ഓർക്കുകയാണ്. ആണവ മുക്തി യാത്രയുടെ ചുമരെഴുത്തും ബോർഡ് സ്ഥാപിക്കലുമെല്ലാം തകൃതിയായി നടക്കുന്ന സമയം കൺവെൻഷനിൽ ഖാലിദ് പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രവർത്തകർ കൂട്ടമായി എത്തിച്ചേർന്നു. ഞങ്ങളെവിടെ ഫോട്ടോകളും മറ്റും ചിട്ടയായി അടുക്കി വെക്കുന്ന ഖാലിദിനെയാണ് കണ്ടത്. അതെ, സാധാരണക്കാരനായ നേതാവ്. മനസ്സിൽ നിന്നും മങ്ങാതെ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ഖാദിസിയ്യ സമ്മേളനത്തിന്റെ പ്രകടനം. ഞാനും എന്റെ കുറെ സുഹൃത്തുക്കളും തീവ്രമായി മുദ്രാവാക്യം വിളിച്ചപ്പോൾ പൈജാമയും തൊപ്പിയും തോളിലൊരു തുണിസഞ്ചിയുമായി ഞങ്ങളുടെ അടുത്തേക്ക് ഖാലിദ് വന്നു. ഞാൻ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. ഇതാണ് ഖാലിദ്. നിമിഷ നേരം കൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ട ഖാലിദ് തുടർന്നങ്ങോട്ട് ഖാദിസിയ്യ വരെ ഞങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു തന്നു. പ്രകടനത്തിന് കൂടുതൽ ഹരം പകരുന്നതായിരുന്നു ആ ശൈലി. തീവ്രമായി യാതൊന്നും ഇല്ലായിരുന്നു. ഇനി ഖാലിദ് സ്ഥാപിച്ച ചുക്ലി അൽ അസ്ഹർ കോളേജിന്റെ മാനേജറായിരുന്ന ഹക്കീം സഖാഫി കൽത്തറയുടെ ഓർമ്മകളിലേക്ക്. 1994 മാർച്ച് 19 ശനിയാഴ്ച ഉച്ച സമയം. ഈദുൽ ഫിത്തർ കഴിഞ്ഞ് 5 ദിവസമായിട്ടേയുള്ളൂ. മർക്കസിലെ പഠനം പൂർത്തിയാക്കി ജോലി സംബന്ധമായ ആലോചനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഖാലിദ് സാഹിബ് കയറി വരുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ മതിപ്പുളവാക്കുന്ന ആകർഷകമായ പെരുമാറ്റവും സംസാരവും. മുഖപരിചയം മാത്രമുണ്ടായിരുന്ന ഖാലിദ് സാഹിബുമായി കുറച്ചുനേരം സംസാരിച്ചിരുന്നപ്പോൾ ആള് വളരെ സ്മാർട്ടാണെന്ന് മനസ്സിലായി. ഇസ്ലാമിക ദർശനത്തിന്റെ ആത്മീയ സൗന്ദര്യം പ്രതിപാദിക്കുന്ന നല്ലൊരു പുസ്തകം കൂടി അപ്പോൾ കയ്യിലുണ്ടായിരുന്നു. ഒരാളെപ്പറ്റി അഭിപ്രായ രൂപീകരണം നടത്താൻ അയാളുടെ പുസ്തകങ്ങളിലേക്ക് നോക്കിയാൽ മതി. M. ഫോസ്റ്റർ എന്ന ചിന്തകന്റെ വാക്കുകൾ ഖാലിദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമായി. ചുക്ലയിലെ അൽ അസ്ഹർ കോളേജ് നിർമ്മാണത്തിലിരിക്കുന്ന ശംസുൽ ഉലമ ഖുതുബി മെമ്മോറിയൽ കോംപ്ലക്സ് എന്നിവ പരിചയപ്പെടുത്തിയ ശേഷം ചുക്ലയിലേക്ക് ക്ഷണിച്ചു. ഒരു വേള അദ്ദേഹത്തിന്റെ വ്യക്തി വൈശിഷ്ട്യം
മാത്രമാണ് ചൊക്ലിയിലേക്ക് പുറപ്പെടാൻ കാരണമായത്. പിന്നീട് അങ്ങോട്ട് പല സന്ദർഭങ്ങളിലും ഖാലിദിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ എന്റെ ജോലികൾ എളുപ്പമാക്കി എന്നതിനു പുറമെ ജീവിതത്തിൽ തന്നെ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. കോളേജിന്റെ നടത്തിപ്പ്, കുട്ടികളോടുള്ള പെരുമാറ്റം, അധ്യാപന രീതി എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം ഖാലിദ് സാഹിബിന്റെ ഉപദേശങ്ങൾ എല്ലാവരും സന്മനസ്സോടെ അംഗീകരിക്കുമായിരുന്നു. അവസാനമായി ഖാലിദ് സാഹിബ് സലാലയിലേക്ക് പുറപ്പെടുന്നതിന്റെ തലേനാൾ 94 ഏപ്രിൽ 18 അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചൊരു ഖുതുബിയത്ത് നടന്നു. ചൊക്ലിയിലെയും പരിസരത്തെയും പ്രധാന പ്രവർത്തകരെല്ലാം പങ്കെടുത്ത ഖുതുബിയത്തിന് ശേഷം പ്രവർത്തകർ നൽകിയ യാത്രയയപ്പ് യോഗമുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത മറുപടി പ്രസംഗത്തിലെ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഖുതുബിയത്തിനെ കുറിച്ച് സംക്ഷിപ്തവും ആകർഷകവുമായ ഒരു വിവരണം പ്രവർത്തകർക്ക് നൽകി. നാം നിർബന്ധമായി സന്ദർശിക്കേണ്ട ദേശങ്ങൾ കായൽപട്ടണവും കിഴക്കരയുമാണെന്ന് ഉണർത്തി. അതൊരു ശ്രദ്ധേയമായ പ്രസംഗം തന്നെയായിരുന്നു. പിറ്റേന്ന് കാലത്ത് വിദേശത്തേക്ക് പുറപ്പെടേണ്ടുന്ന അദ്ദേഹമാണ് പാതിരാവിൽ ഈ കഴമ്പുറ്റ പ്രസംഗം ചെയ്യുന്നത്. ഇനി വയലിൽ പള്ളിക്കടുത്ത് താമസിക്കുന്ന കുഞ്ഞാമിത്തയെ ഖാലിദ് വിളിക്കുന്നത് ചെറീത്ത എന്നാണ് അവരുടെ ഓർമ്മകൾ പറയുന്നു. ചൊക്ലിയിലുള്ളപ്പോഴെല്ലാം ഖാലിദ് ഞങ്ങളുടെ വീട്ടിൽ വരും. അകലെ നിന്ന് തന്നെ ചെറീത്ത എന്ന് വിളിച്ചാണ് വരിക. പാതിരാ നേരത്ത് പോലും വാതിലിൽ മുട്ടി വിളിച്ച് ഏറെ നേരം സംസാരിക്കുമായിരുന്നു. ഓരോ തവണയും ഓരോ ഉപദേശം നൽകിയാണ് വീട്ടിൽ നിന്നും തിരിച്ചു പോവുക. ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു കാര്യം ഉപദേശിച്ച് ഖാലിദ് പോയാൽ മറ്റൊരിക്കൽ തിരിച്ചു വന്ന് അതിന്റെ ഫലത്തെക്കുറിച്ച് ആരായുമായിരുന്നു. എവിടെ യാത്ര പോകുമ്പോഴും ചൊക്ലിയിലെ എല്ലാ വീടുകളിലും കയറിറങ്ങി യാത്ര ചോദിക്കുമായിരുന്നു. ചൊക്ലിയിലെയും പരിസരത്തെയും വീടുകളിലെല്ലാം ഖാലിദ് സ്വന്തക്കാരനാണ്. എല്ലായിടത്തും കയറി സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഖാലിദിനെ ചൊക്ലിയിലെ ആണുങ്ങൾക്കെന്നല്ല പെണ്ണുങ്ങൾക്കും മറക്കാനാവില്ല. ഇനി വാക്കുകൾക്ക് ജീവിതം കൊണ്ട് വ്യാഖ്യാനം എന്ന ധനവാചകത്തിൽ അബ്ദുൽ ഹക്കീം സാദി കൊയ്യോട് 1983 SSF സംസ്ഥാന ദശവാർഷിക സമ്മേളന വാഹന പ്രചരണ ജാഥ ചൊക്ലിയിലെത്തിയപ്പോൾ സ്വാഗതം പറയാനും സ്വീകരണം നൽകാനും ഓടി നടന്ന ഒരു കൊച്ചു പ്രവർത്തകനെ എല്ലാവരും ശ്രദ്ധിച്ചു. വികാരോജ്ജലമായ സ്വാഗത ഭാഷണത്തിലൂടെ അവൻ എല്ലാവരിലും മതിപ്പുളവാക്കി. അതാരാണെന്ന് വാഹനത്തിലുള്ളവർ എന്നോട് തിരക്കി. ഞാൻ പറഞ്ഞു, അത് നമ്മുടെ ഭാവി പ്രതീക്ഷയായ ഖാലിദ് എന്ന പ്രവർത്തകനാണ്. പഠന ക്ലാസുകളിലും പ്രസംഗവേദികളിലും ഒരാവേശമായി മാറിയിരുന്ന ഖാലിദ് മറ്റുള്ളവരുടെ പ്രസംഗങ്ങളും ക്ലാസുകളും സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു ശ്രോതാവ് കൂടിയായിരുന്നു. പയ്യന്നൂരിൽ നടന്ന ജില്ലാ ക്യാമ്പിൽ പഠന ക്ലാസുകളിൽ എല്ലാവരും പുറത്തിറങ്ങിയപ്പോഴും എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഖാലിദിനെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും 2 ദിവസത്തെ ക്യാമ്പിന്റെ അവലോകനം അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഉദ്ദേശിച്ച കാര്യം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതിൽ മഗ്നശ്രദ്ധനായിരുന്നു ഖാലിദ്. അനുവദിച്ച ജീവിതം അദ്ദേഹം വേഗത്തിൽ ജീവിച്ചു തീർത്തു. ക്യാമ്പുകളിൽ ഖാലിദ് നടത്തുന്ന പ്രത്യേക ഗ്രൂപ്പ് ചർച്ചകൾ ശ്രദ്ധേയമായിരുന്നു. കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അനൈക്യമായിരുന്നു ഒരിടത്ത് ചർച്ച. പിന്നീട് ഒരു വേദിയിൽ ഖാലിദ് ആ വിഷയം സമർപ്പിച്ച് സംസാരിക്കുന്നത് കേട്ടു. സംഘടനയ്ക്ക് വെളിയിലുള്ള പ്രതിഭകളെ കൂടി ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും ഖാലിദ് ശ്രമിച്ചിരുന്നു. സാനിയ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരായ ഞങ്ങൾ ഒരിക്കൽ ചെറുവത്തൂരിലുള്ള സൂഫി വര്യൻ അബ്ദുൽ മുസ്ലിയാരെ സന്ദർശിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു നീണ്ട സ്വലാത്ത് വാങ്ങി തിരിച്ചു പോന്നു. ആ യാത്രയിൽ ഖാലിദ് പ്രസ്തുത സ്വലാത്ത് വിദ്യാർത്ഥികൾക്ക് ഉറക്കെ ചൊല്ലിക്കൊടുത്തു. കോളേജിലെത്തുമ്പോഴേക്കും എല്ലാവരും അത് മനഃപ്പാഠമാക്കിയിരുന്നു. റമദാനിൽ കൂടുതൽ ഭക്ഷിക്കുന്നത് നോമ്പിന്റെ അന്തസ്സത്തക്ക് അനുയോജ്യമല്ല എന്ന് ഖാലിദ് വിശ്വസിച്ചു. ഒരിക്കൽ പള്ളിയിൽ മേൽപ്പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഖാലിദ് പ്രഭാഷണം നടത്തി. പരിപാടിക്കു ശേഷം ഹാറൂൺ മാസ്റ്റർ ഞങ്ങൾക്കൊരുക്കിയ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാതെ വാക്കും പ്രവൃത്തിയും ഒന്നാവണമെന്ന നിർബന്ധത്തിൽ അദ്ദേഹം കടയിൽ നിന്ന് 2 ചെറുപഴവും വെള്ളവും കുടിച്ച് പള്ളിയിൽ കിടന്നുറങ്ങി. അത്തായം കഴിക്കാനാണ് ഖാലിദ് പിന്നീട് ഉണർന്നത്. ഖാദിസിയ സമ്മേളന വേളയിൽ മുഹമ്മദ് അലി മുൻഹേരിയുടെ നവറല്ലാഹു മർക്കദു അവരുടെ നിര്യാണ വാർത്ത അറിഞ്ഞ ഉടൻ
രാത്രി 2 മണിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കണ്ണൂർ സിറ്റിയിലെ ഹൈദ്രോസ് പള്ളിയിലെത്തി. അപകട വിവരം അന്വേഷിച്ചറിഞ്ഞ ഖാലിദ് രാവിലെ മോർച്ചറിയിൽ ചെന്ന് മയ്യത്ത് കണ്ട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. തുടർന്ന് കടലാസുകൾ ക്ലിയറാക്കി മയ്യത്ത് എത്രയും വേഗം നിസ്കരിക്കാൻ തയ്യാറാക്കുന്നതിനിടയിൽ ഖാലിദ് പറഞ്ഞു, സമ്മേളന നഗരിയിലെ മയ്യത്ത് നിസ്കാരം ലഭിക്കുന്ന മുഹമ്മദ് അലി ഭാഗ്യവാൻ. അതേപോലെ തന്നെ ഖാലിദും യാത്രയായിരിക്കുന്നു, ലക്ഷങ്ങളുടെ കണ്ണു നനച്ചുകൊണ്ട്. ഇനി ഖാലിദ് ജോലി ചെയ്ത സ്ഥലങ്ങൾ പറയുന്നു. കവിയൂർ ട്യൂട്ടോറിയൽ കോളേജ്, കവിയൂർ അൽ അസ്ഹർ കോളേജ് ചൊക്ലി, പാരമൗണ്ട് ആർട്സ് കോളേജ് തലശ്ശേരി, സഅദിയ ഇസ്ലാമിക് ആർട്സ് കോളേജ് ഡേളി കളനാട്, ജവഹർലാൽ നെഹ്റു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാഹി, സുഹുർ ഒമാൻ കമ്പ്യൂട്ടർ സെന്റർ സലാല, ഇന്ത്യൻ സ്കൂൾ സലാല. ഇനി ഫാറൂഖ് കോളേജ് യൂണിറ്റ് SSF സെക്രട്ടറി ആയിരുന്ന ഉസ്മാൻ കക്കോമിന്റെ ഓർമ്മകളിലേക്ക്. 1987 ഫാറൂഖ് കോളേജിൽ 2ാം വർഷ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഖാലിദ് സാഹിബ് അവിടെ ബിരുദാനന്തര ബിരുദ കോഴ്സിന് ചേർന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോളേജ് ക്യാമ്പസിൽ SSFന് നവജീവൻ പകർന്നു. അത് സംഘടനാ പ്രവർത്തനങ്ങളുടെ സുവർണകാലമായിരുന്നു. ക്യാമ്പസുകളിൽ കാലുകുത്തുന്ന പുതിയ വിദ്യാർത്ഥികളെ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഖാലിദ് സാഹിബിനുണ്ടായിരുന്ന കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷയം കണ്ടെത്തി പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അദ്ദേഹം പ്രകടനം നയിക്കും. ആകർഷകമായ ശൈലിയിൽ ആശയസമ്പുഷ്ടമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോൾ ഖാലിദിനെ ശ്രദ്ധിക്കാത്തവരായി ക്യാമ്പസിൽ ആരുമുണ്ടാകില്ല. ഒരു ദിവസം SSFന്റെ പ്രകടനം നയിച്ച് ഖാലിദ് സാഹിബ് വരുന്നു. വിഷയം ബാബരി മസ്ജിദ്. കാറ്റാടിയുടെ തണലിൽ കയ്യിലുള്ള പുസ്തകത്തോട് സല്ലപിച്ചിരിക്കുകയായിരുന്ന എന്റെ ഒരു സുഹൃത്ത് ഓടി വന്ന് പ്രകടനത്തിൽ അണിനിരന്നു. അവൻ പ്രസ്ഥാന ബന്ധു പോലും ആയിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഞാൻ അമ്പരന്നു. പടച്ചവനെ, ഇതെന്താണ്? കാലം മാറുകയാണോ? ഇവൻ എങ്ങനെ നമ്മുടെ കൊടിക്കീഴിൽ വരാൻ തോന്നി? ക്യാമ്പസ് ചുറ്റി പ്രകടനം സമാപിച്ചു. കോവണിപ്പടിയിൽ കയറി ഖാലിദ് സാഹിബിന്റെ ഉശിരൻ പ്രസംഗം രോമാഞ്ചജനകമായിരുന്നു. അത് സദസ്സ് പിരിഞ്ഞു. ഞാൻ എന്റെ സുഹൃത്തിനെ സമീപിച്ചു. ആശ്ചര്യവും ആകാംക്ഷയും നിഴലിച്ച എന്റെ നോട്ടത്തിന്റെ സാരം ഉൾക്കൊണ്ട് ചോദിക്കും മുമ്പേ അവൻ ഉത്തരം പറഞ്ഞു. ആ ആളുടെ മുദ്രാവാക്യം വിളിയും വീര്യം വിടാതെയുള്ള അണികളുടെ ആരവവും കേട്ടപ്പോൾ എനിക്കവിടെ ഇരിക്കാനും കഴിഞ്ഞില്ല. അത് ഏതോ ദുശക്തിയെ ജയിച്ചടക്കാനുള്ള പുറപ്പാടായി എനിക്ക് തോന്നി. അദ്ദേഹം ആരാണ്? സുഹൃത്ത് ചോദിച്ചു. അദ്ദേഹം ഞങ്ങളുടെ നേതാവ് ഖാലിദ് സാഹിബാണ്. കണ്ണൂരിലാണ് MA പഠിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ അദ്ദേഹത്തിന് ഖാലിദിനെ പരിചയപ്പെടുത്തി. ആവശ്യമെന്ന് തോന്നുമ്പോഴൊക്കെ കോളേജിൽ SSF പ്രകടനം അരങ്ങേറും. ഖാലിദ് സാഹിബ് എന്നും നയിക്കാനുണ്ടാകും. സതീർത്ഥ്യരെ വരിക, നമ്മുടെ ലക്ഷ്യം അത് ഉദാത്തമാണ്. ഖാലിദ് സാഹിബിന്റെ മുദ്രാവാക്യം വിളിക്ക് ചെവി കൊടുക്കാനും പിന്നിൽ അണിനിരക്കാനും എന്തൊരാവേശമായിരുന്നു. ന്യായമായ അവകാശങ്ങൾ അടരാടി നേടാൻ പ്രവർത്തകരെ ശീലിപ്പിച്ച ഖാലിദ് സാഹിബ് ക്യാമ്പസിന്റെ തുടിപ്പായിരുന്നു. അക്കാലത്ത് സംഘടിപ്പിക്കപ്പെട്ട പഠന ക്ലാസുകളും ക്യാമ്പുകളും അഭിമാനത്തോടെയേ സ്മരിക്കാൻ കഴിയും. വ്യക്തിബന്ധങ്ങൾക്ക് സംഘടനാ പ്രക്രിയയിൽ വലിയ പങ്കുണ്ട് എന്ന് ഖാലിദ് സാഹിബ് പഠിപ്പിച്ചു. ഒരുപാട് ആളുകളുടെ നിസ്കാരം നഷ്ടമായി പോകുന്നുണ്ട്. ക്യാമ്പസിലെ പള്ളി സുന്നി വിശ്വാസികൾക്ക് യോജിക്കാത്തതാണ്. അണ്ടിക്കാടൻ കുഴി പള്ളിയെ സംബന്ധിച്ച് അധികമാർക്കും അറിയില്ല. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ദിവസം ഖാലിദിന്റെ ചർച്ച ഇതായിരുന്നു. കുറച്ചു സമയത്തെ ആലോചനയ്ക്കു ശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തന്നെ ആ അഭിപ്രായം രൂപപ്പെട്ടു. നമുക്ക് കോളേജ് കവാടത്തിൽ ഒരു മാപ്പ് വരച്ചു വെക്കാം. അതിൽ നമ്മുടെ പള്ളിയും യഥാസ്ഥാനത്ത് കാണിക്കാം. അങ്ങനെ അത് തീരുമാനമായി. കമ്മിറ്റി ഈ ദൗത്യം ഏറ്റെടുത്തു. ബോർഡ് യഥോചിതം സ്ഥാപിച്ചു. പിന്നീട് ഒരിക്കൽ ഈ സുന്ദര ദൃശ്യം കണ്ട് നാഥനെ വാഴ്ത്തി നെടുവറപ്പിടുന്ന ഖാലിദ് സാഹിബിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ഫാറൂഖ് കോളേജ് ഗേറ്റിന് മുമ്പിൽ SSFന്റെ ആ ബോർഡ് നമുക്ക് കാണാം. അതിൽ നോക്കിയാൽ ക്യാമ്പസിന് പുറത്തുള്ള അണ്ടിക്കാടൻ കുഴിയിലെ സുന്നി മസ്ജിദ് എളുപ്പം കണ്ടെത്താൻ സാധിക്കും. അനേകം പേരെ അല്ലാഹുവിന്റെ സേവനത്തിലേക്ക് വഴി കാണിക്കാൻ സാധിച്ചതിൽ ഖാലിദിനുണ്ടായ സന്തോഷം അനൽപമായിരുന്നു. കാലത്ത് ഖാലിദ് സാഹിബ് പറയുമായിരുന്നു, നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു പള്ളി വേണം. ദീനി പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താമല്ലോ എന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. ഇന്ന് ഫാറൂഖ് കോളേജ് ബസ് സ്റ്റാൻഡിൽ സുന്നി സാന്നിധ്യം വിളിച്ചോദിക്കൊണ്ട് മസ്ജിദുൽ ഫാറൂഖ് ഉയർന്നു നിൽക്കുന്നു. ഓർമ്മകളിലെ ഓ ഖാലിദ് എന്ന പുസ്തകത്തിന്റെ 9ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.